ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നൈനുടെയും ആദർശിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പോൾ അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പോൾ നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അല്ലേ. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ നന്ദുവിനെയാണ്. അപ്പോൾ നന്ദു ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ വക്കീൽ നന്ദുവിൻ്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ വക്കീൽ നന്ദുവിൻ്റെ അടുത്തേക്ക് പിറന്നാൾ സമ്മാനമൊക്കെ ആയിട്ടാണ് വരുന്നത്. അങ്ങനെ വക്കീൽ വന്ന ഉടനെ ഇതാരാ എന്നൊക്കെ ചോദിച്ചു കേട്ടോ. ഏതായാലും നമ്മുടെ അനിയെക്കുറിച്ചൊക്കെ ഓർത്തുകൊണ്ടിരുന്ന ഒരു സമയത്താണ് വക്കീൽ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അങ്ങനെ വക്കീൽ പറഞ്ഞു, അതെ പിറന്നാളായിട്ട് എന്നെയാണോ കണി കണ്ടത്? അത് പിന്നെ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതെ പിറന്നാളായിട്ട് കണി കണ്ടത് നിന്നെയായെന്ന് ഇങ്ങനെ പറയാണ്. അപ്പോൾ വക്കീൽ പറഞ്ഞു, ഞാനൊരു പിറന്നാൾ സമ്മാനമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പിറന്നാൾ സമ്മാനമൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് ഒരു മോതിരമാണ് കേട്ടോ. ആ മോതിരം കൊടുത്തിട്ട് അത് പാകമാണോ എന്ന് നോക്കാം പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നന്ദു അതങ്ങ് ഇട്ടപ്പോഴത്തേക്കും കയറാൻ ഇച്ചിരി പാട്. അപ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ വക്കീൽ അതങ്ങോട്ട് കയറ്റി ഇങ്ങനെ ഇട്ടു കേട്ടോ. അപ്പോഴത്തേക്കും ഒരർത്ഥത്തിൽ ഇത് ഒരു റിങ് എക്സ്ചേഞ്ച് തന്നെയാണെന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചു. അപ്പോൾ നമ്മുടെ നന്ദു പറഞ്ഞു, അയ്യോ എങ്കിലും ഇത്രയൊന്നും വേണ്ടായിരുന്നു, സാരി ഒന്നും മേടിക്കണ്ടായിരുന്നു. എനിക്കറിയാം നീ സാരി ഒന്നും ഉടുക്കൂലെന്ന്, അതുകൊണ്ടാണ് ഞാൻ സാരി മാത്രം ആക്കേണ്ട ഒരു റിങ്ങും കൂടെ മേടിക്കാമെന്ന് കരുതിയത്. എന്തായാലും ഇന്നലെ അങ്ങനെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായതും ആ പയ്യന്മാർക്ക് വേണ്ടി ഞാൻ ജാമ്യം എടുക്കാൻ സ്റ്റേഷനിൽ വന്നതുമൊക്കെ ഒരു നിമിത്തമായിട്ട് എനിക്ക് തോന്നുവന്നേ. അതുകൊണ്ടാണല്ലോ നിന്റെ ബർത്ത്ഡേ ആണെന്ന് ഞാൻ അറിഞ്ഞത്. എന്നാലും ആനി പോലും ഇതേപ്പറ്റി എന്നോടൊന്നും പറഞ്ഞില്ല. അവനോട് നീ ബർത്ത്ഡേ പറഞ്ഞില്ലായിരുന്നോ? അത് പിന്നെ പറഞ്ഞു എന്ന് തോന്നുന്നു, ഓർക്കുന്നില്ല. ഇതൊക്കെയല്ല അവരെ അറിയിക്കേണ്ടേ നന്ദു. എങ്കിൽ ഇന്നത്തെ ദിവസം നമുക്ക് അടിപൊളിയാക്കായിരുന്നു. സാരമില്ല, ഇനിയും സമയമുണ്ടല്ലോ. അയ്യോ അതൊന്നും വേണ്ട നവീനേട്ടാ, ഇന്നാണെങ്കിൽ എനിക്ക് ഡ്യൂട്ടിക്ക് കൂടി പോകേണ്ട ദിവസമാണ്. ഇങ്ങനെ ജോലിയും ശമ്പളം എന്നൊക്കെ പറഞ്ഞ് നടക്കാതെ പൈസ ഉണ്ടാക്കിയാൽ മാത്രം മതിയോ? നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കണമല്ലോ. അത് പിന്നെ നിങ്ങൾ വക്കീലന്മാർക്ക് അതൊക്കെ പറയാം, അതുപോലെ അല്ലല്ലോ ഞങ്ങളുടെ കാര്യം. എന്താ നിങ്ങൾക്ക് അവധി എടുക്കാൻ പറ്റത്തില്ലേ? പ്രത്യേകിച്ച് വനിതാ എസ്ഐക്ക് അവധി എടുക്കരുത് എന്നുണ്ടോ? എന്തിനാ വെറുതെ അവധി എടുക്കുന്നത്? അതിനുള്ള കാരണമൊക്കെ വരുമല്ലോ, അപ്പം നമുക്ക് അവധി എടുക്കാമല്ലോ. ഇനിയിപ്പം 6-7 മാസം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നയനേച്ചിയുടെ ഡെലിവറി നടക്കും. ആ സമയത്തൊക്കെ ഒരുപാട് ലീവ് എടുക്കേണ്ടി വരുമല്ലോ. പിന്നെ 1 മാസത്തെ ലീവ് എടുക്കേണ്ടി വരും. എപ്പോഴാണെന്ന് അറിയാമോ? നിന്റെ കല്യാണത്തിൻ്റെ അന്ന് 1 മാസത്തെ ലീവ് മസ്റ്റാ. അപ്പോഴത്തേക്ക് നമ്മുടെ നന്ദു ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അതെ മിണ്ടാതെ നിന്നാൽ മതിയോ? കല്യാണവും ഹണിമൂൺ ട്രിപ്പൊക്കെ വേണ്ടേ? അപ്പോഴത്തേക്ക് നമ്മുടെ ഗോവിന്ദനും കനകദുർഗയും വന്നു. ഇതാരാ? മോന് രാവിലെ തന്നെ എത്തിയോ? വെറും കൈയോടെ ഒന്നും അല്ല കേട്ടോ, എനിക്ക് സാരി മാത്രമല്ല ഒരു സ്വർണ്ണം മോതിരവും ഗിഫ്റ്റായിട്ട് തന്നു. ഓഹോ കൊള്ളാലോ, നോക്കട്ടെ കാണിച്ചേ എന്ന് നീട്ടാണ്. അപ്പം നീട്ടിയപ്പോഴത്തേക്ക് നമ്മുടെ കനക പറഞ്ഞു, കൊള്ളാലോ സൂപ്പറാണല്ലോ. അല്ല എന്തിനാ മോനെ ഇത്ര വിലപിടിപ്പുള്ള സാധനമൊക്കെ മേടിച്ചു കൊടുക്കുന്നത്? ഞാനൊരു വക്കീലും ഇവള് ഒരു SI അല്ലേ. ഞങ്ങളുടെ വക്കീലുമാർക്ക് പോലീസുകാരുടെ സഹായം വേണം, തിരിച്ചും വേണം. അപ്പം ഇതൊരു ടൈപ്പിൽ പോകാനാണെന്ന് കൂട്ടിക്കോ. പിന്നെ ഇപ്പം എന്നെ നന്ദു ഇതിനും സഹായിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ആക്സിഡൻറ്റ് ഉണ്ടാക്കിയ എൻ്റെ കക്ഷികൾക്ക് ഇവളാ ജാമ്യം കൊടുത്തത്, അറിയാമോ? ആ സമയത്ത് ഇവളുടെ ബർത്ത്ഡേ ആണെന്ന് ഞാൻ അറിഞ്ഞത് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അറിയത്തില്ലായിരുന്നു, ഇവിടെ പറയത്തുമില്ലായിരുന്നു. പിന്നെ രാത്രി പോലീസ് സ്റ്റേഷനിൽ വെച്ച് കേക്ക് മുറിച്ചു. ഞങ്ങൾ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു. ആ രാത്രി തന്നെ സ്റ്റേഷനിൽ വെച്ച് കേക്ക് മുറിച്ചെന്നോ എന്ന് നമ്മുടെ ഗോവിന്ദൻ. അതേന്നെ, അവിടെ പോലീസുകാരൊക്കെ കൂടി കേക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ചടങ്ങിലും എനിക്ക് പങ്കെടുക്കാനായിട്ട് പറ്റി. പിന്നെ രാവിലെ കോടതിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവളെ കണ്ടൊരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് കരുതി, അതുകൊണ്ടാണ് വന്നത്. എന്തിനാ മോനെ ഇത്രയും വലിയ പൈസ കൊടുത്ത് സ്വർണ്ണമോതിരമൊക്കെ മേടിച്ച്? അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ. അത് തന്നെ അച്ഛൻ ഞാനും പറഞ്ഞു, അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നെന്ന്. അപ്പം നവീൻ പറഞ്ഞു, അങ്കിളെ എനിക്ക് ഇതുപോലെ ഗിഫ്റ്റ് കൊടുക്കാനും ബർത്ത്ഡേ ആഘോഷിക്കാനും ഒന്നും അധികം ആരുമില്ല, അധികം ഫ്രണ്ട്സും ഇല്ല. ഇവളാണെങ്കിൽ കൈക്കൂലി മേടിക്കാത്ത പോലീസുകാരി ആയതുകൊണ്ട് ഏതെങ്കിലും പ്രശ്നം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പൈസ കൊടുത്താലും ഇവള് മേടിക്കത്തില്ല, അത് ഉറപ്പായ കാര്യമാണ്. പിന്നെ ആ കടം എങ്ങനെയും ഒക്കെ വീട്ടണ്ടേ? ഇതിപ്പം ബർത്ത്ഡേയിലൂടെയൊക്കെ വീട്ടി. ഓഹോ അത് കൊള്ളാലോ. അപ്പം നവീനേട്ടൻ പറയുന്നത് ഇത് കൈക്കൂലിയാണെന്നാണോ? കൈക്കൂലിയല്ല, ഇതൊരു സ്നേഹ സമ്മാനം, നീ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്കുള്ള സ്നേഹ സമ്മാനം, അങ്ങനെ മാത്രം കണ്ടാൽ മതി എന്ന് പറഞ്ഞു. ഇപ്പം നമ്മുടെ കനക പറഞ്ഞു, ഇവളുടെ പിറന്നാളായിട്ട് പായസം വഴിപാടും ഒക്കെ നടത്തിയിട്ടുണ്ട്. വേറെ ആരും ഇങ്ങോട്ട് വരാനില്ല. എല്ലാ വർഷവും ഇവളുടെ ചേച്ചിമാരൊക്കെ കാണാൻ വരുന്നതാണ്. ഈ തവണ അതും ഉണ്ടാവത്തില്ല. എന്താ പിന്നെ പായസമൊക്കെ കഴിച്ചിട്ട് പോകാം. മോനെ അകത്ത് കയറിയിരിക്കുക, ഞാൻ ഈ പായസം ഗ്ലാസ്സിലാക്കിക്കൊണ്ട് വരാം. മോക്ക് പ്രസാദവും തരാമെന്ന് പറഞ്ഞുകൊണ്ട് നെറ്റിയിലൊരു ചന്ദനമൊക്കെ തൊട്ട് കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ നന്ദുവിൻ്റെ. എന്നിട്ട് നമ്മുടെ നവീനും ചന്ദനമൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ട്. അകത്തേക്ക് കയറി പായസമൊക്കെ എടുക്കാനായിട്ട് കനക പോവാം. ഈ സമയത്ത് നമ്മുടെ നവീനോട് പറയുകയാണ്, അതെ ഈ വക്കീലും
പോലീസ് തമ്മിലുള്ള കൂട്ട് നല്ലതാ. എപ്പോഴാ ഇവളുടെ സ്വഭാവം മാറുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. സകല ഗുണ്ടകളെയും നാട്ടുപ്രമാണിമാരെയൊക്കെ കൊണ്ട് വിലക്കി വെച്ചിരിക്കുകയാ. അവരെ വെല്ലുവിളിച്ചുകൊണ്ട് അവരുടെ മടയിലേക്ക് നെഞ്ചു വിരിച്ച് ചെല്ലാതിരുന്നാൽ മതി. നന്ദുവിന് അങ്ങനെ ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കൊന്നും നേരിട്ട് കീഴ്പ്പെടുത്താനായിട്ട് കഴിയില്ല. പക്ഷെ ചതി ഏത് വഴിയാണ് വരുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. അല്ല, മോൻ്റെ കല്യാണാലോചനയൊക്കെ എവിടെ വരെ എത്തി? അതൊക്കെ പെൻഡിങ്ങിലാങ്കളെ. ഞാൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയെ അമ്മ പറയുന്ന പെൺകുട്ടിയെ എനിക്കും ഇഷ്ടപ്പെടത്തില്ല. അതാണ് പ്രശ്നം. അതാണ് ഇപ്പം വീട്ടിലെ ചർച്ചയും പ്രധാന വഴക്കിനും ഒക്കെ കാരണം. എങ്കിൽ പിന്നെ മോൻ ബാ, കയറി ബാ, അകത്തിരിക്കും, ഇവിടെ നിന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ് നേരെ അകത്ത് കൂട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ. ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന നമ്മുടെ ജയനെയും അനിയെയും അതുപോലെ ജാനകീനെയൊക്കെയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും അവിടെ അജയനൊക്കെ ഉണ്ട്. എല്ലാവരും ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ അനി ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് നമ്മുടെ ജയൻ പറയുന്നുണ്ട്, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നീ ആദർശനെ വിളിച്ച് ചോദിക്കണം. ഞാൻ വിളിച്ച് ചോദിച്ചോളാം, ബിസിനസ്സിനെ കുറിച്ച് ചോദിക്കാറുമുണ്ട്, എനിക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ തരുന്നുണ്ട് വല്യച്ഛ. ഇപ്പം അച്ഛനും വല്യച്ഛനും ഒക്കെ പറയുന്നുണ്ടല്ലോ ആദർശേട്ടൻ്റെ ഉപദേശങ്ങളൊക്കെ കേൾക്കണമെന്ന്. എന്നാൽ പിന്നെ ആദർശേട്ടനെ തന്നെ ആ കസേരയിൽ ഇരുത്തിയാൽ പോരെ, എന്തിനാ വെറുതെ എന്നെ അവിടെ ഇരുത്തുന്നത്? എനിക്കാണെങ്കിൽ അതിനോട് വലിയ താല്പര്യമില്ല. ഇത് വലിയൊരു ഭാരം തന്നെയാണ്. എടാ, കാര്യങ്ങൾക്ക് ഒരു അടുക്കും ചിട്ടയും ഉണ്ടാകുന്നത് വരെ എല്ലാം നടക്കണ്ടേ? അതിനുവേണ്ടിയല്ലേ നിന്നെ ഏൽപ്പിച്ചത്. അപ്പം ജാനകി പറഞ്ഞു, MD ആയ ശേഷം എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഇവൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അമ്മയായതുകൊണ്ട് തല്ലുന്നില്ലെന്നേ ഉള്ളൂ. ചില ദിവസം ചീറിക്കൊണ്ടാണ് ഇവൻ വരുന്നത്. പിന്നെ നിന്റെ സംസാരം കേട്ടാൽ എങ്ങനെയാ തല്ലാൻ തോന്നാതിരിക്കുക, ചീറാൻ തോന്നാതിരിക്കുക? അപ്പോഴത്തേക്കും ജാനകി ദേഷ്യം വന്ന് അകത്തേക്ക് കയറി പോയിട്ടോ. നമ്മുടെ അജയനാണ് ഇത് പറഞ്ഞത്. ഈ സമയത്ത് വലിയച്ഛൻ പറഞ്ഞു, അതായത് ജയൻ പറഞ്ഞു, അബി ഒഴികെ ഈ വീട്ടിലെ ആണുങ്ങൾ ആരും പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. പിന്നെ ആരും അവനവൻ്റെ നേട്ടത്തിനായിട്ടൊന്നും ചെയ്യാറുമില്ല. സ്വന്തം കുടുംബത്തിനും കമ്പനിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയൊക്കെ എന്തെങ്കിലും ചെയ്യുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത്. അത് ഇവനും അങ്ങനെയൊക്കെ തന്നെയാ അജയ എന്ന് പറയുന്നു. അപ്പോഴത്തേക്കും ആണെങ്കിൽ അജയൻ ഇങ്ങനെ പറഞ്ഞു, അല്ല മോനെ അനി, നീ എന്താ കഴിക്കാതിരിക്കുന്നത്? എന്തു പറ്റി നിനക്ക്? അത് പിന്നെ എനിക്കെന്തോ വിശപ്പ് തോന്നുന്നില്ല അച്ഛാ. ഇന്നലെ രാത്രി കഴിച്ച ഫുഡ് എന്തോ ശരിയായില്ലെന്ന് തോന്നുന്നു. അതാന്ന് തോന്നുന്നു. എന്തു പറ്റി? ഇന്നലെ ഒരുപാട് വൈകിയാണല്ലോ നീ വന്നത്. ഫുഡ് കുറച്ചാണോ കഴിച്ചത്? ഇതിനു മുമ്പ് പുറത്തുനിന്നുള്ള ഫുഡിനോട് താല്പര്യമില്ലായിരുന്നു, നീ പുറത്തുനിന്നാണോ കഴിച്ചത്? ഇപ്പം മിക്ക ദിവസവും അങ്ങനെ തന്നെയാണല്ലോ. അത് പിന്നെ അതുപോലെയല്ലേ ഇപ്പോഴത്തെ ജോലിയുടെ സ്വഭാവം എന്ന് പറയുന്നത്. 10 മണി കഴിഞ്ഞാലും തിരക്ക് ഒഴിയുന്നില്ല വല്യച്ഛ. ആകെപ്പാട് ബിസിയാ. എനിക്ക് മതി, എനിക്കൊന്നും വേണ്ട എന്നും പറഞ്ഞ് നേരെ നമ്മുടെ അനി എണീറ്റ് പോവുകയാണ്, ആഹാരം ഒന്നും കഴിക്കാതെ. ഈ സമയത്ത് അജയൻ പറഞ്ഞു, ഇവൻ്റെ ഈ പോക്ക് എങ്ങോട്ടാ ജയേട്ടാ, മനസ്സിലാവുന്നില്ല. അപ്പം ജാനകി വന്നിട്ട് പറഞ്ഞു, ഇത് എങ്ങോട്ടാണെങ്കിൽ ശരി, നിങ്ങൾ രണ്ടുപേരും കൂടി അവനെ നിയന്ത്രിച്ചേ പറ്റൂ. അവനും കൂടെ പരാജയപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് ആരെങ്കിലും MD കസേര വരും. അതാണോ നിന്റെ ഭയം? എന്താ അങ്ങനെ ഒരു ഭയം നിങ്ങൾക്ക് രണ്ടാർക്കും ഇല്ലേ? പുറത്തുനിന്ന് ഒരാൾ വരുന്നത് ശരിയാണോ? അല്ല, പുറത്തുനിന്ന് ഒരാൾ വരുന്നതിനോട് ഇവിടെ ആർക്കും യോജിപ്പില്ല, അച്ഛന് പോലും. പക്ഷേ ഇപ്പം ജോലി മേഖലയിൽ തിളങ്ങി നിൽക്കുന്നത് അവരല്ലേ, AM ജ്വല്ലറി. അതും കൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ മൂർത്തീസ് ജ്വല്ലറിക്ക് ഇത്തവണ പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് ആരും ചിന്തിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു വൻ ഇടിവുണ്ടായില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റും. അത് മാത്രം നമ്മൾ ഓർത്താൽ മതി. ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലേ നമ്മുടെ മോൻ പരമാവധി വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമ്മുടെ ജാനകി പറഞ്ഞപ്പം അവന് വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ അവന് നന്ദുവായിട്ട് വല്ല അടുപ്പവും ഉണ്ടോ എന്ന് അറിയില്ലെന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ അനി വന്നിട്ട്, എന്താ ഈ പറയുന്നത്? രാവിലെ ഒരു കോള് വന്നപ്പോഴും നന്ദുവാണോ എന്നല്ലേ ചോദിച്ചത്? അവളിപ്പോൾ അവിടെ ജോലി തിരക്കില്ല. എന്നെ പിന്നാലെ ചുറ്റിത്തിരിയാനും അതുപോലെ തന്നെ പ്രേമിക്കാനൊന്നും സമയമില്ല. എന്നിട്ട് അനി അങ്ങ് പോയി. അപ്പോഴത്തേക്കും അജയൻ പറഞ്ഞു, കിട്ടേണ്ട മറുപടി നിനക്ക് കിട്ടിയല്ലോ. പിന്നെ അവൻ ഇതുപോലെ പണ്ടും ഒരുപാട് ചൂടായത്. എന്നിട്ട് എന്താ സംഭവിച്ചത്? അവൻ്റെ മനസ്സിൽ അവളില്ലെങ്കിൽ പിന്നെ എന്താ നല്ല നല്ല ആചോനകൾ വരുമ്പോൾ അവരെ വേണ്ടെന്ന് പറയുന്നത്? അവന് എന്താ പിന്നെ പറ്റിയത്? അത് പിന്നെ വിവാഹം കഴിക്കാനുള്ളൊരു മൂഡിലല്ല ഇപ്പം അവനുള്ളത്. അല്ലെങ്കിൽ തന്നെ അനാമികമായിട്ടുള്ള ബന്ധം ഇതുവരെ പിരിഞ്ഞിട്ടില്ലല്ലോ. അതൊക്കെ കഴിഞ്ഞാലല്ലേ അടുത്ത വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. അത് രജിസ്റ്റർ ചെയ്തല്ലായിരുന്നോ? അല്ല, എങ്കിലും ആലോചിച്ച് വെക്കായിരുന്നല്ലോ ജയേട്ടാ, അതാ ഞാൻ പറഞ്ഞത്. അപ്പം അജയൻ പറഞ്ഞു, ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും പറയണ്ട. വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ളൊരു മാനസികാവസ്ഥയിലല്ല ഇപ്പം അനിയുള്ളത്. അത് നീ മനസ്സിലാക്കി ജാനകി. ആദ്യം നമ്മുടെ ബിസിനസ് ഒന്ന് നന്നാകട്ടെ, ഡെവലപ്പ് ആവട്ടെ, എന്നിട്ട് നമുക്ക് വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാം. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഇപ്പം നടക്കത്തില്ല. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിച്ച സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നന്ദു നവീനോട് സംസാരിക്കുകയാണ്. അങ്ങനെ നവീനോട് പറയുകയാണ്, അതെ ഇന്ന് എനിക്ക് സമ്മാനമൊക്കെ ആയിട്ട് വന്നല്ലേ, ഇന്ന് ഉച്ചയ്ക്ക് അമ്മ സദ്യ ഒരുക്കുന്നുണ്ട്, വരുമോ? അതെന്ത് ചോദ്യമോ? ഞാൻ തീർച്ചയായിട്ടും വരും. നമുക്ക് അനിയും കൂടെ വിളിച്ചാലോ? അയ്യോ അത് വേണ്ട, ആരെയും വിളിക്കണ്ട. അപ്പം ഫ്രണ്ട്സിനെ ആരെയും വിളിക്കുന്നില്ലേ? ആരെയും വിളിക്കാതെ ഒന്നും ഇരുന്നിട്ടില്ല. നവീനേട്ടനെ വിളിച്ചില്ലേ ഇപ്പം? അതുപോലെ നവീനേട്ടന്. അത് ശരിയാണ്.
ഏതായാലും ഞാൻ പുറത്തേക്കൊക്കെ പോകുമെന്നൊക്കെ പറഞ്ഞാൽ വന്നത്. പിന്നെ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഇനി സദ്യയും കഴിക്കാൻ വേണ്ടി വരണ്ടേ? അതേന്നേ, വരണം. തിരക്കില്ലെങ്കിൽ വാ. ഞാൻ വാക്ക് പറഞ്ഞ വാക്കായിരിക്കും, ഞാൻ വരുമെന്ന് പറഞ്ഞാൽ വരുവേ. ആന്നേ, വന്നോന്നേ. അല്ല, ഇനിയിപ്പം നന്ദുവിന് മറ്റേതെങ്കിലും തിരക്കിൽ പറ്റി വരാതിരുന്നാലോ? എന്ത് തിരക്കാണെങ്കിലും ഉച്ചയ്ക്ക് സദ്യ കഴിക്കാൻ ഞാനിവിടെ എത്തും, അത് ഉറപ്പാ. അതെ, എൻ്റെ ബർത്ത്ഡേ സദ്യയുടെ ഒക്കെ കാര്യം അവിടെ നിൽക്കട്ടെ. നവീനേട്ടൻ എപ്പോഴാണ് ഞങ്ങൾക്കൊരു സദ്യ തരുന്നത്? എപ്പോഴാണ് തരുന്നത്? അത് പിന്നെ എൻ്റെ കല്യാണം എപ്പോഴാണെന്നല്ലേ നീ ചോദിച്ചു വരുന്നത്? അത് പിന്നെ എന്തിനാ നീട്ടി വെക്കുന്ന നവീനേട്ടാ? എത്രയും പെട്ടെന്ന് അതങ്ങ് നടത്തിക്കൂടെ? നടത്താം, പക്ഷേ അതിന് പെൺകുട്ടി കൂടി സമ്മതിക്കണ്ടേ? പെൺകുട്ടി കൂടി സമ്മതിക്കണം. അപ്പോൾ ഈ പെൺകുട്ടി ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ലേ? അതെ, ഇടയ്ക്ക് ചോദിച്ചപ്പോൾ അതേപ്പറ്റി ഞാൻ നന്ദുവിനോട് പറഞ്ഞല്ലോ. അതിനെക്കുറിച്ചൊന്നും അവൾക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ വീട്ടുകാരോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല ആ പെൺകുട്ടീനെക്കുറിച്ച്. ആ പെൺകുട്ടിയെക്കുറിച്ച് പിന്നെ ഞങ്ങളെ ഫ്രണ്ട്സിനോട് പറഞ്ഞാൽ എന്താ കുഴപ്പമിരിക്കുന്നത് നവീനേട്ടാ? ഇനിയിപ്പം അനിയോട് പോലും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതെന്താ? അപ്പോഴത്തേക്കും നമ്മുടെ കനകയും ഗോവിന്ദനും കൂടി ഇത് മാറി നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ നവീൻ പറയുന്നുണ്ട്, അനിയോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്, അത് തെറ്റാ നീ പറഞ്ഞത്. അപ്പം അവന് എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. എന്നോട് പറഞ്ഞൊരു വനിതാ പോലീസാണെന്ന്. പക്ഷേ അവൻ അതെന്താ എന്നോട് പറയാത്തത്? ഞാൻ അവനോട് പറഞ്ഞതാ പലതവണ അവളെ പോയി കാണണമെന്നും എൻ്റെ ഇഷ്ടം പറയണമെന്നുമൊക്കെ. പക്ഷേ അവൻ പറയാൻ കൂട്ടാക്കുന്നില്ല, ഒരിക്കൽ പോലും അവനത് ചെയ്യുന്നില്ല. അതെന്താ അങ്ങനെ ചെയ്യാത്തത്? അവൻ അങ്ങനെ ഒരു ടൈപ്പ് അല്ലല്ലോ, അങ്ങനെ ചെയ്യാൻ ചാൻസ് കുറവാണല്ലോ. അവൻ നവീനേട്ടന് വേണ്ടി എല്ലാം ചെയ്യുന്ന ആളാണല്ലോ. പക്ഷേ ഇവിടെ അവന് എന്നെ സഹായിക്കാത്ത എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നന്ദു. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ പോട്ടെ. എന്നാ പിന്നെ എന്നോട് പറ, ആ പെണ്ണ് ഏതാ? എന്നോട് പറ, ഞാൻ പോയി ആ പെൺകുട്ടിയോട് പറയാൻ കാര്യങ്ങളൊക്കെ. അത് പിന്നെ ഇനിയിപ്പോൾ പറയാതിരിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. എൻ്റെ മുമ്പിലിരിക്കുന്ന ആൾ തന്നെയാണ് ആ പെൺകുട്ടി. മുമ്പിലിരിക്കുന്ന ആളോ? എന്താ നവീനേട്ട പറഞ്ഞു വരുന്നത്? അതെ നന്ദു, നിന്നെ തന്നെയാണ് എനിക്കിഷ്ടം. എന്താ നീ ഞെട്ടിപ്പോയോ? ഞാൻ ഇഷ്ടപ്പെടുന്ന ആ വനിതാ പോലീസ് ഓഫീസർ നന്ദു തന്നെയാണ്. ഇത് കേട്ട് നമ്മുടെ നന്ദുവിന് താങ്ങാൻ പറ്റിയ ഗോവിന്ദനും കനകയും അത് മാറി നിന്ന് കേട്ടിട്ട് അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഈ സമയത്ത് നമ്മുടെ നവീൻ പറഞ്ഞു, എനിക്കിനി ശ്വാസം മുട്ടും പറയാതിരുന്നാൽ ഏതായാലും ഇനി ബാക്കിയൊക്കെ നന്ദു തീരുമാനിക്കുക, ഞാൻ പോകുകയെന്നും പറഞ്ഞുകൊണ്ട് നന്ദു പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും കനക, മോനെ പോകുവാണെന്നോ? അതെന്താ മോൻ ഇത്ര പെട്ടെന്ന് പോകുന്നത്? മോൻ പറഞ്ഞത് ഞങ്ങൾ കേട്ടു, മോൻ്റെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണോ? അപ്പം നമ്മുടെ ഗോവിന്ദൻ പറഞ്ഞു, അല്ല മോൻ്റെ അമ്മ ഒരിക്കലും ഒരു പോലീസ് ഓഫീസറിനെ മരുമോളാക്കില്ലല്ലോ. അല്ല എൻ്റെ അച്ഛനും അമ്മയ്ക്ക് സമ്മതമാണെങ്കിൽ നിങ്ങളുടെ മോളെ ഞാൻ കൂട്ടിക്കൊണ്ട് പോകും, അത് ഉറപ്പാണ്, എനിക്ക് സമ്മതമാണ് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അതിന് അമ്മ സമ്മതിപ്പിച്ചാൽ പോരെ? അതൊക്കെ ഞാൻ അമ്മേനെ കൊണ്ട് ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം, മുത്തശ്ശനും അമ്മയൊക്കെ സമ്മതിക്കും. ആദ്യം പെണ്ണിൻ്റെ സമ്മതവും പെണ്ണിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സമ്മതവും വേണ്ടതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദൻ പറഞ്ഞു, ഞങ്ങൾക്കിനി ഒന്നും ആലോചിക്കാനില്ല, ഞങ്ങൾക്ക് സമ്മതമാണ്. 100 വട്ടം സമ്മതം, 100 വട്ടം സമ്മതം എന്നിങ്ങനെ പറയുക. അതായത് ഈ സമയത്ത് നമ്മുടെ അനിയെ കാണിക്കുവാണ് കേട്ടോ. അപ്പോൾ അനി മനസ്സിലിങ്ങനെ ഓർത്തോട്ട് പോയ കാര്യങ്ങളൊക്കെയാണോ കേട്ടോ ഇതൊക്കെ. അതായത് അനി മനസ്സിൽ ഓർത്തതാണേ. അപ്പോൾ പെട്ടെന്ന് ഒരു വണ്ടി വന്നിങ്ങനെ ഫ്രണ്ടിൽ നിന്നു. ഇത് ഓർത്തോണ്ട് പോയതും പെട്ടെന്ന് ഒരു ബൈക്ക് വന്ന് ഫ്രണ്ടിൽ നിന്നു. അപ്പോൾ ബൈക്കുകാരൻ ചോദിച്ചു, എന്തുവാ ഈ കാണിക്കുന്നത്? ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കത്തില്ലേ? അത് പിന്നെ ഞാൻ ശ്രദ്ധിച്ചാണ് വണ്ടി ഓടിച്ചത്, പിന്നെ ഞാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതൊന്നും അല്ലായിരുന്നു സംഭവിക്കേണ്ടതെന്ന് അയാൾ പറഞ്ഞു. അപ്പോഴത്തേക്കും അപ്പുറം നിന്ന് 2 പേര് പറഞ്ഞു, ഞങ്ങൾ കണ്ടതാണ് കേട്ടോ, ഭാഗ്യത്തിന് ഇടിക്കാതെ പോയത്, സീനുണ്ടാക്കാതെ പോകാൻ നോക്ക്. കണ്ടില്ലേ? എന്നിട്ട് ഇവരെ പേടിപ്പിക്കാൻ വരുന്നത്. ഇത് പബ്ലിക് റോഡാ. ഏത് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പൊക്കോണ്ടിരിക്കും. ആ നേരത്ത് വണ്ടി ഓടിക്കുമ്പം കണ്ണ് ശ്രദ്ധിക്കണം, ഓരോന്ന് മൊബൈൽ നോക്കിയില്ലേ വണ്ടി ഓടിക്കുന്നത്, മര്യാദയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ നോക്ക് എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ നമ്മുടെ അനിയനെ അവിടെ നിന്ന് പറഞ്ഞയക്കാണ്ട്. അപ്പോൾ അനിയുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്, അതുകൊണ്ടാണ് അനിയെ പറഞ്ഞയക്കുന്നത്. എനിക്കാണെങ്കിൽ നവീൻ ഇതൊക്കെ പറയുമെന്നൊക്കെ ഓർത്തിട്ട് ഇങ്ങനെ മനസ്സിന് വല്ലാത്ത വെപ്രാളം കൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടൊക്കെ പോകുമായിരുന്നല്ലോ. ഏതായാലും നവീൻ പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, നന്ദുവിനോട് പറഞ്ഞിട്ടൊന്നുമില്ല. അത് നമ്മുടെ അനി ചെറിയൊരു സ്വപ്നം കണ്ടതാ. ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയും ദേവയാനിയെയും ആദർശിനെയൊക്കെയാണ്. നമ്മുടെ ചിന്നുമോളും ഉണ്ട്. ചിന്നുമോളല്ലല്ലോ, ചിന്നുമോള് അങ്ങനെയല്ലേ, ചിന്നുമോളല്ലല്ലോ, പക്ഷേ പേരും പെട്ടെന്ന് കിട്ടുന്നില്ല. ചന്തുമോള്. അപ്പോൾ ചന്തുമോൾക്ക് ഇങ്ങനെ ചോറൊക്കെ വാരി കൊടുക്കാൻ കേട്ടോ. അപ്പോഴത്തേക്ക് ചന്തുമോള് പറയുന്നുണ്ട്, എനിക്ക് വാരി തരണ്ട, അമ്മയുടെ വയറ്റിലല്ലേ കുഞ്ഞാവേ ഉള്ളത്, അമ്മ കഴിക്കാൻ പറയുമ്പോഴത്തേക്കും പിന്നെ ആദ്യം നീ കഴിക്കുക, അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിച്ചോളാം എന്ന് പറയാം. അപ്പം ദേവയാനി പറഞ്ഞു, അച്ചാറൊക്കെ എങ്ങനെയുണ്ട്? അതെ, അച്ചാറ് അമ്മയായിട്ടത്, അച്ചാറല്ല ചമ്മന്തിപ്പൊടി അമ്മ ഉണ്ടാക്കിയത്, അച്ചാറ് ഞാനായിട്ടത്, എല്ലാം നല്ല സൂപ്പറായിട്ടുണ്ട് അമ്മേ, അടിപൊളിയായിട്ടുണ്ട്. അല്ല എന്തായാലും 2 പേരും വീട് വിട്ട് ഇങ്ങോട്ടേക്ക് പോന്നു, എനിക്കാണെങ്കിൽ കൂടെ വന്ന് നിൽക്കാനും പറ്റുന്നില്ലാത്തൊരവസ്ഥ, പിന്നെ ഞാൻ ഇത്രയെങ്കിലും ചെയ്തു തരണ്ടേ, അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്. അപ്പോഴത്തേക്ക് ചന്തുമോൾക്ക് ഇങ്ങനെ വാരി കൊടുത്തോണ്ടിരിക്കും കേട്ടോ നമ്മുടെ നയന. ഈ ഒരു സമയത്ത് ഫോൺ ബെല്ലടിക്കുകയാണേ നമ്മുടെ ദേവയാനിയുടെ. അപ്പം ദേവയാനി ഇങ്ങനെ ഫോൺ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും
ദേ വേറെ ആരും അല്ല വിളിക്കുന്നത്, അമ്മയാണ് വിളിക്കുന്നത് എന്ന് പറയണം. അപ്പം മുത്തശ്ശിയാണ് വിളിക്കുന്നത്. അങ്ങനെ ഫോൺ എടുത്തിട്ട് അമ്മേ എന്താ, അല്ല ഭക്ഷണം കഴിച്ചോ? കഴിച്ചോണ്ടിരിക്കുക അമ്മേ, ഞാനേ നയനമൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നയനയ്ക്ക് കൊടുത്തു. അങ്ങനെ നമ്മുടെ മുത്തശ്ശി സംസാരിക്കുക നയനയോട്. അത് പിന്നെ മോളെ സുഖമായിട്ടിരിക്കുന്നോ? എരിവും പുളിയും ഒക്കെ കുറച്ചാട്ടോ എല്ലാം ഉണ്ടാക്കിയേക്കുന്നത്. സമയത്തെല്ലാം കഴിക്കണേ, കഴിക്കാതിരിക്കല്ലേ. എന്തെങ്കിലും കൊതി ഉണ്ടെങ്കിൽ അത് പറയാതെ ഇരിക്കരുത് കേട്ടോ. അതൊക്കെ ഞാൻ പറയാമല്ലോ മുത്തശ്ശി, പ്രശ്നമൊന്നും ഇല്ലെന്നേ, അടിപൊളിയായിട്ടുണ്ട്, എനിക്കിപ്പം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ആദർശം മേടിച്ചിട്ട് പറഞ്ഞു, അതെ ഇപ്പം അവിടെ നിന്ന് വന്നേ പിന്നെ ആഹാരം കഴിപ്പൊക്കെ തീരെ കുറവാണ്, പുറത്തേക്ക് വരണ്ട എന്ന് പറഞ്ഞാലും ഏത് നേരം എൻ്റെ കൂടെ ചുറ്റിക്കൊണ്ടിരിക്കുക. അതൊക്കെ നീ അല്ലേടാ മോനെ വിലക്കേണ്ടത്, എന്നിട്ട് എന്നോട് പറയുകയാണോ പരാതി? അതെ നീ ഇതൊക്കെ നോക്കിയും കണ്ടുമൊക്കെ ചെയ്യണം. ദേ അവൾക്ക് കൊടുത്തേ നീ. അപ്പോഴത്തേക്ക് നയനയ്ക്ക് വീണ്ടും കൊടുത്തു കേട്ടോ. അപ്പം നയനോട് പറഞ്ഞു, എന്താ ഈ ആദർശ് പറഞ്ഞത്? അത് പിന്നെ ചുമ്മാതെ കേട്ടോ, എനിക്ക് മോൻ്റെ സ്വഭാവം അറിയത്തില്ലേ, അവന് ഒരുപാട് അലച്ചിലുണ്ടാകും. മോള് എപ്പോഴും ശരീരത്തിന് റെസ്റ്റ് കൊടുക്കണം കേട്ടോ. അവൻ അറിഞ്ഞോട്ടെ, കുഴപ്പമില്ല, മോളങ്ങനെ അലയല്ലേ. പിന്നെ ഞാൻ ഇടയ്ക്ക് വന്നോളാം, എന്തെങ്കിലും വേണമെങ്കിൽ പറയാൻ മടിക്കരുത് കേട്ടോ. മോക്ക് ഇഷ്ടമുള്ള സാധനമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരാം. എന്നാൽ പിന്നെ കഴിച്ചുകൊണ്ടിരിക്കുമല്ലേ, ഞാനേ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോണും കട്ട് ചെയ്തു കേട്ടോ. ഏതായാലും മുത്തശ്ശനും മുത്തശ്ശിയും സംസാരിക്കുന്ന പിന്നെ കാണിക്കുന്ന മുത്തശ്ശന് ഭയങ്കര ദൂരെ അറിയാൻ. അപ്പം മുത്തശ്ശൻ ചോദിച്ചു, എന്താ പറ്റി, എന്താ മോള് പറഞ്ഞത്? അറിയാൻ അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങോട്ട് വിളിക്കത്തില്ലേ? അത് പിന്നെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചോണ്ട് നീ ഇങ്ങനെ സംസാരിക്കരുത് എൻ്റെ പൊന്ന്. എന്നാ പേരും മറന്നു പോവാണല്ലോ. വസന്തര എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ വേറൊന്നുമല്ല, ഇടയ്ക്ക് നയനമോളെങ്കിലും ഒന്ന് വിളിച്ച് സംസാരിക്കത്തില്ലേ? അത് ശരിയാകത്തില്ല, ഞാൻ മനസ്സിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കരുതി വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ ആ രീതിയിൽ തന്നെ പോട്ടെ, എനിക്ക് പിണക്കമൊന്നുമില്ലല്ലോ. പിന്നെ അമ്മയാകാൻ പോകുന്ന മരുമകളുടെ കാര്യം അറിയാനുള്ള ആകാംക്ഷ എനിക്കില്ലേ വസന്തരെ? അവരെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുക. ഇവിടുന്ന് പോയതിന് ശേഷം നയനമോള് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലെന്നാ ആദർശമോൻ പറയുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, താൻ ഒരു ദിവസം 4-5 തവണയെങ്കിലും മോളെ വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്കണം കേട്ടോ. എന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന കാര്യമൊക്കെ ഓർമ്മിപ്പിക്കണം. അങ്ങനെയൊക്കെ പറഞ്ഞാൽ മാത്രമേ ആഹാരം കഴിക്കാനുള്ള ബോധം ആ പെങ്കൊച്ചിനുണ്ടാകത്തുള്ളൂ. ഫസ്റ്റ് ടൈം അല്ലേ പ്രഗ്നൻ്റ് ആകുന്നത്, വയറ്റിലൊരു ജീവൻ്റെ തുടുപ്പുണ്ടെന്ന് മറക്കരുത്. ചിലപ്പം ചിലവർ അതേക്കുറിച്ച് മറന്നും പോകുന്നതിന്. അങ്ങനെ മറക്കുന്ന കൂട്ടത്തിലൊന്നും അല്ല നയനമോള്, അതൊക്കെ അവൾ ഓർത്തോളൂന്നേ. അല്ല എന്നിട്ട് ആദർശ് എന്താ പറഞ്ഞത്? ഞാൻ തന്ന നമ്പറിലേക്ക് താൻ വിളിച്ചായിരുന്നോ? ആ പലഹാരം ഉണ്ടാക്കുന്ന സ്ത്രീ ഇടയ്ക്ക് വിളിച്ചപ്പോൾ കിട്ടിയില്ലെന്നേ. ഒന്ന് വിളിച്ചപ്പോൾ കിട്ടിയില്ലെങ്കിൽ പിന്നെ ഒന്നുകൂടെ വിളിച്ച് നോക്കിക്കൂടെ തനിക്ക്? അവരെന്തുണ്ടാക്കിയാലും ഒരു പ്രത്യേക ടേസ്റ്റ്, അത് നയനമോക്ക് ഇഷ്ടപ്പെടും. അവരെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരണം. എന്നിട്ട് മോക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ഏതായാലും ഇനി ദേവയാനി പോകുമ്പോൾ താനും കൂടെ പോയിട്ട് വേണ്ടത് എന്തൊക്കെയാണെന്ന് ചോദിച്ച് ലിസ്റ്റ് എടുത്തുകൊണ്ട് വരണം. പിന്നെ ഞാനൊരു കാര്യം പറയാം, ഞാൻ അവിടെ ചെന്നിട്ട് എല്ലാ കാര്യവും തുറന്നങ്ങോട്ട് പറയാം. മോളെ കാണാനും ആദർശനെ കാണാനും ഇദ്ദേഹത്തിന് ആഗ്രഹമുണ്ടെന്ന്. അയ്യോ അങ്ങനെയൊന്നും നീ പറഞ്ഞേക്കരുത് കേട്ടോ. അവരുടെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ആ സമയത്ത് നീ എന്നെ ഒറ്റിക്കൊടുക്കരുത് കേട്ടോ വസന്തരെ. ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന അനീനെയാണ് കേട്ടോ. അനു ഓഫീസിൽ തലയ്ക്ക് വട്ട് പിടിച്ച് നിൽക്കുകയാണ്, ഓഫീസിലെ കാര്യമൊന്നും അന്വേഷിക്കുന്നില്ല കേട്ടോ. അപ്പം അവിടെ ഉള്ള മാനേജറിനോട് പറയുന്നുണ്ട് ഇങ്ങോട്ടേക്ക് വരരുത്, ആരെയും കടത്തി വിടരുതെന്നൊക്കെ. നമ്മുടെ നന്ദുവിനെ കുറിച്ച് മാത്രമാണ് ഇപ്പം എനിക്ക് ചിന്ത എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം നമുക്ക് കാത്തിരുന്ന് കണ്ട് കാണാം കേട്ടോ. അപ്പോൾ ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, ലൈക്ക് അടിക്കാൻ മറക്കരുതേ.